അല്ലാമ അജ്ലുനി റളിയല്ലാഹു തആല തങ്ങൾ അവിടുത്തെ കശ്ഫുൽ ഖഫയിൽ പറഞ്ഞതായി കാണാം. മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, അഥവാ മുൻകാലങ്ങളിൽ ഷിയാ വിശ്വാസിയായ നല്ല പ്രഗത്ഭനായ ഒരു ഖാരി, നല്ല സുന്നി വിശ്വാസിയായ മതപണ്ഡിതനിൽ നിന്ന് ഖിറാത്തു സബഅ് 7 ഖിറാത്തും നന്നായി പഠിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങി, ഇജാസത്ത് കിട്ടി, നാട്ടിലെത്തി. അത് ഗംഭീര സ്വീകരണം. സ്വാഭാവികമാണല്ലോ, ബിരുദധാരികൾ നാട്ടിലെത്തിയാൽ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ചേർന്ന് അവരാഹ്ലാദ ദിനമാണ്. 4 ഗ്രാമും ചില്ലറ പോയിന്റുകളുണ്ടാകും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 500 പവനെങ്കിലും സ്വർണം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരൊറ്റ യാത്രയിൽ 500 പവൻ സ്വർണം എന്നാൽ ഇന്നത്തെ 2 കോടി രൂപ. അങ്ങനെ ആ യാത്ര മധ്യേ ഒരു പോക്കറ്റടിക്കാരൻ എന്ന് പറയട്ടെ, ഒരു ലക്ഷണം കെട്ട അജ്ലുനി ഇമാം പറയുന്നൊരു ശൈത്താൻ എന്നാ പറയുന്നത്, ഖാദിമായി എക്കാലത്തും ഉണ്ടാകുമല്ലോ ബുഖാരി ഇമാമിൻ്റെ കൂടെ കൂടി. അങ്ങനെ ബുഖാരി ഇമാമിൻ്റെ രഹസ്യങ്ങളെല്ലാം അടുത്തറിഞ്ഞ് ബുഖാരി ഇമാമിൻ്റെ കൈവശം 1000 ദീനാർ ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ അവർക്കത് സ്വായത്താക്കാൻ അവനൊരു കുതന്ത്രം ഉപയോഗിച്ചു. ഒരു ദിവസം രാത്രി മഹാബഹളം വെച്ചു എല്ലാവരെയും. എൻ്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു, കാണാനില്ലോ, എൻ്റെ 1000 ദീനാർ എവിടെയാ, എൻ്റെ എല്ലാ സമ്പാദ്യവും അതാണ് എന്ന് പറഞ്ഞിട്ട് അവന് വാവിട്ടങ്ങ് കരയുകയാണ്. പിന്നെ അവിടെ എന്താ പരിഹാര മാർഗം? സമുദ്രത്തിലുള്ള യാത്രയല്ലേ, വേറെ ആരും കയറാനിടയില്ല, വേറെ ആരും ഇറങ്ങാനിടയില്ല. കപ്പലിലെ മുഴുവൻ ആളുകളെയും പരിശോധിക്കുക. പരിശോധിച്ച ആരെ കൈവശാണോ 1000 ദീനാർ ഉള്ളവർ അവരത് കട്ടെടുത്തു എന്ന് മനസ്സിലാക്കാം. അവിടുന്ന് വാങ്ങി കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ എല്ലാവരും തീരുമാനത്തിലെത്തി. കപ്പലിലെ മുഴുവൻ ആളുകളെയും A to Z നന്നായി പരിശോധിച്ചു മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളെയും എത്തി. ഇമാം ബുഖാരി ഇമാമിനെയും പരിശോധിച്ച് നോക്കുമ്പോൾ 1000 ദീനാർ കയ്യിലില്ല, ഒരാളെ കയ്യിലും 1000 ദീനാറില്ല. അപ്പം പിന്നൊരു കാര്യം ഉറപ്പല്ലേ, ഈ പറഞ്ഞവൻ കള്ളം പറഞ്ഞതാണ്. ആരെങ്കിലും കട്ടെടുത്തതാണെങ്കിൽ കപ്പലോട്ടാകെ നോക്കി കപ്പലിലെ മുഴുവൻ ആളുകളെയും പരിശോധിച്ചു, എവിടെയും 1000 ദീനാർ കാണുന്നില്ല. അപ്പം എല്ലാവർക്കും ഉറപ്പായി, എല്ലാവരും നന്നായി പൊതിരെ യാ ശൈത്താൻ വൈഹക്, യാ ശൈത്താൻ വൈഹക്, ഞങ്ങളെല്ലാവരെയും സ്വീപ്പാക്കി എന്ന് പറയും. പൊതിരെ കിട്ടേണ്ട നല്ലോണം കിട്ടി. അങ്ങനെ ചരിത്രം അവസാനിച്ചില്ല. കുറെ കഴിഞ്ഞാൽ പിന്നെയും ഇമാം ബുഖാരി ഇമാമിൻ്റെ കൂടെ കൂടി ഖാദിമായിട്ട്. എന്നിട്ട് ബുഖാരി ഇമാമായിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായല്ലോ, എന്തേ കാട്ടിയത് എന്ന് ചോദിച്ചു. നേരത്തെ നിങ്ങളിവിടെ ഒളിപ്പിച്ചു, നിങ്ങൾ വല്ലാത്ത സമർത്ഥം തന്നെ, വിളവൻ തന്നെ, നിങ്ങൾ എവിടെ ഒളിപ്പിച്ചതെന്ന് ചോദിച്ചു. മഹാനെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല നിങ്ങൾ പറഞ്ഞു, ഞാൻ ആ കീസ സമുദ്രത്തിലേക്ക് എറിഞ്ഞു, കടലിലേക്ക്. വല്ലാത്ത മനുഷ്യങ്ങൾ, 1000 ദീനാർ, 2 കോടി ഉറുപ്പിക, 500-ലേറെ ഗ്രാം സ്വർണം നിങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്ന ചോദ്യത്തിന് ഷാഫി ഇമാം പറഞ്ഞ മറുപടി ഈ യുവ പണ്ഡിതന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇക്കാലം അത്രയും ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പാദ്യം അന്നീ സിഖത്തുൻ, എൻ്റെ ഗുഡ്വിൽ, ഞാൻ ഒരു കളവ് പറഞ്ഞിട്ടില്ല, ഒരു ഹറാമ് ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു വഞ്ചന നടത്തിയിട്ടില്ല, ഒരു ചതി നടത്തിയിട്ടില്ല, 100% വിശ്വസ്തനാണ് എന്ന എൻ്റെ ഏറ്റവും വലിയ ഗുഡ്വിൽ, എൻ്റെ ബെഞ്ച് മാർക്ക്, എൻ്റെ അഡ്രസ് അതാണ്. അതങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ഹദീസുകൾ മുഴുവനും തള്ളപ്പെടില്ലേ? 1000 ദീനാർ കട്ട ഒരു മനുഷ്യൻ്റെ ഹദീസ് പിന്നെ ആരെങ്കിലും സ്വീകരിക്കൂ? അപ്പൊ എനിക്ക് 1000 ദീനാറിനേക്കാൾ 2 കോടി
ഇന്നത്തെ ഇന്ത്യൻ കറൻസിയേക്കാൾ 500 പവനേക്കാൾ എനിക്ക് വലുത് എൻ്റെ ആ ഗുഡ്വില്ലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിത പ്രതിഭകളോട് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിൽ ചെന്നാൽ, നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി ചെന്നാൽ, നിങ്ങൾ വലിയ പ്രതീക്ഷകൾ സമൂഹം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സമൂഹം നിങ്ങളെ വല്ലാതെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ സമൂഹം നിങ്ങളുടെ ഒരു വിശ്വാസമാണ്, ഒരു ഗുഡ്വില്ലാണ്. അഥവാ നിങ്ങൾ ഈ ജാമിഅത്തുൽ ബയ്യിനാത്തിൻ്റെ സന്തതികളാണ്. നിങ്ങളിൽ അരുതായ്മകൾ ഉണ്ടാവില്ല, നിങ്ങൾ അശ്ലീലങ്ങൾ ഉണ്ടാവുകയില്ല, നിങ്ങൾ കാലം കാതോർക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ്. ആ വിശ്വാസം നിങ്ങൾ തകർക്കരുത്. അതാണ് നിങ്ങൾ പരമപ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുണർത്തുന്നു. ചരിത്രം അവിടെയും അവസാനിച്ചിട്ടില്ല, യാത്രകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ നാട്ടിലെത്തി. നാട്ടിൽ ഒരു സമുദ്ര തീരത്തുകൂടെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഒരു മത്സ്യം, ആ കീസ, ഏത് കീസ? 1000 ദീനാറുള്ള 500 പവൻ സ്വർണമുള്ള കീസ ബുഖാരി ഇമാമിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്ന് മനസാക്ഷിയുള്ളവരെല്ലാം തീരാ ദുഃഖത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. അത്രയും ദുഃഖകരമായ വേദനാജനകമായൊരു ദിവസമാണല്ലോ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവതരിപ്പിച്ച റബ്ബ് അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ സംരക്ഷണം പെട്ടെന്ന് ഇന്നും നാളെയും ബോധ്യപ്പെടണമെന്നില്ല. എൻ്റെ കുട്ടി പെണ്ണാണെങ്കിൽ ഇപ്പം പ്രസവിക്കണമെന്ന വാശി ശരിയല്ല. പെൺകുട്ടികൾ പ്രസവിക്കും, പക്ഷേ പ്രസവിക്കണമെങ്കിൽ കുട്ടി വലുതാവണം, പ്രായം തികയണം, 18 വയസ്സാവണം. ഇന്ത്യൻ കണക്കനുസരിച്ച് വരനെ കണ്ടെത്തണം. അങ്ങനെ ഗർഭം ചുമക്കണം, 10 മാസം തികയണം. ചിലപ്പോൾ 10ഉം 20ഉം കൊല്ലം കഴിയും, ചിലപ്പോൾ 30-40 കൊല്ലം കഴിയും. ഖുർആൻ പറയുന്നത്, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയല്ലേ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾക്കറിയാമല്ലോ എത്രമാത്രം വലിയ ധിക്കാരിയാണ്, എന്തെല്ലാം പീഡനങ്ങളാണ്, മർദ്ദനങ്ങളാണ്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെയും അതുപോലെ തന്നെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെയും പക്ഷേ സഹിക്കാൻ കഴിയാ, സഹിച്ച് 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 എല്ലാ പീഡനങ്ങളും സഹിച്ച് അവസാനം രണ്ടുപേരും റബ്ബിനോട് കൈ ഉയർത്തിയില്ലേ, റബ്ബേ ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ, ഫിർഔനെ നീ നശിപ്പിക്കണേ അല്ലാ. അങ്ങനെ വളരെ അത്ഭുതകരമായ ആ രക്ഷപ്പെടത്തിൽ ആ റെഡ് സീയില് ബഹ്റുൻ അഹ്മറില് ഫിർഔനെ മുക്കി നശിപ്പിച്ചു. എപ്പോഴാണിത്? നിങ്ങൾ എന്ന കിത്ത് തഫ്സീർ നോക്കുക. ബഅദ 40 സന, ബഅദ 40 സന, 40 കൊല്ലം ദ്വാരന്നിട്ടാണ് അത് ദുആക്ക് ഉത്തരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ് ഹദീസ് തന്നെ വന്നതാ. ചിലപ്പോ പെട്ടെന്ന് അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകും, മറ്റു ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ നിരാശ വേണ്ട, ചോദിച്ചതിന് അല്ലാത്ത നല്ലതും നൽകും. ഇമ്മ ആജിലൻ ഹദീസാണ്, വ ഇമ്മ ആജിലൻ വ ഇമ്മ ബിസർഫി സൂ. അതെങ്ങനെയാണ്? നല്ല ഒഴിഞ്ഞു മാറാൻ അറിയാലോ. അല്ല, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളല്ലേ, നിങ്ങളുടെ മക്കള് വരുന്ന പരീക്ഷയിൽ പരീക്ഷാ ഫീസ് അടക്കാൻ കാശില്ല, നിങ്ങളോട് ചോദിക്കുകയാണ്, ഉപ്പ പരീക്ഷാ ഫീസ് ഇല്ല, നാളെ സ്കൂളിലേക്ക് പോകൂല എന്ന് പറഞ്ഞാൽ
പരമദരിദ്രനായ പിതാവാണെങ്കിൽ പോലും എവിടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കാശ് ഒപ്പിച്ച് നാളെ കാത്തിരിക്കാതെ വൈകുന്നേരമാകാതെ പെട്ടെന്ന് കാശ് ഒപ്പിച്ച് കൊടുക്കും. അതാണല്ലോ ശരി. അതേ മകൻ പരീക്ഷയിൽ ഒരു മഹാ അത്ഭുതം നേടി. അല്ലെങ്കിൽ മറ്റന്നാള് അടുത്ത ദിവസം റിപ്പബ്ലിക് ഡേ ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനായി. നാഷണൽ മീഡിയകൾ മുഴുവനും അവൻ്റെ ഫോട്ടോ, അവൻ്റെ ബയോഗ്രഫി, അവൻ്റെ പ്രവർത്തനങ്ങൾ. എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ സന്തോഷം, ആ കുടുംബത്തിൻ്റെ ആഹ്ലാദം എത്രമാത്രമായിരിക്കും. ആ സമയത്ത് മകൻ വന്ന് വാപ്പയോട് പറയാണ്, വാപ്പാ എനിക്കൊരു സമ്മാനം വേണം. ബദ്രുദ്ദീൻ മുസ്ലിയാർ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എന്താ ചെയ്യുക, എനിക്ക് നല്ലൊരു മോട്ടോർ ബൈക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. 14കാരനായ മകൻ. വാപ്പ കോടീശ്വരനാണ്. ഇഷ്ടം പോലെ കാശ് വാപ്പന്റെ കയ്യിലുണ്ട്. വാപ്പ കൊടുക്കൂ, ബൈക്ക് വാങ്ങിക്കൊടുക്കൂ? ഒരിക്കലും വാങ്ങിക്കൊടുക്കൂല. വാപ്പ പറയും, മകനെ നിനക്ക് ഞാൻ ബജാജല്ല, നിനക്ക് ഈ മോട്ടോർ ബൈക്കല്ല, എസ്കാസ് ബെൻസ് വാങ്ങിത്തരാനുള്ള കാശ് എൻ്റെ കൈവശമുണ്ട്, ഞാനത് വാങ്ങിത്തരാം. പക്ഷേ നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടട്ടെ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ തരിക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവൻ, എൻ്റെ ആത്മാവ്. നിനക്ക് വല്ലതും സംഭവിച്ചാൽ ഞങ്ങളും തിന്ന് ജീവിക്കണം. എൻ്റെ പൊന്നുമോൻ, എന്നോട് ക്ഷമിക്കണം, സഹകരിക്കണം, എന്നോട് കൂടെ നിൽക്കണം. അപ്പൊ വാപ്പക്കത് കഴിയാത്തത് കൊണ്ടല്ല, നേരത്തെ പരീക്ഷാ ഫീസ് വാപ്പന്റെ കയ്യിലില്ലായിരുന്നു. എന്നിട്ടും വാപ്പ പെട്ടെന്ന് വാങ്ങി അത് മകനിക്ക് കൊടുത്തു. ഇപ്പോൾ ചോദിച്ചതിൻ്റെ 1000 ഇരട്ടി വാപ്പയുടെ കയ്യിലുണ്ട്. വാപ്പ കൊടുത്തില്ല. കാരണം എന്തുകൊണ്ട്? ഈ സമയത്ത് അത് ശരിയല്ലെന്ന് വാപ്പ മനസ്സിലാക്കി. മൂന്നാമത്തെ രംഗം, എത്രയോ രക്ഷിതാക്കൾ വിവാഹം കഴിഞ്ഞു. ദമ്പതികൾ 10, 30, 40 വർഷം കഴിഞ്ഞു. എല്ലാ ട്രീറ്റ്മെന്റും നടത്തി. 40 വിവാഹം കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷം ഒരു പിഞ്ചു പൈതനെ പിറക്കുന്നു. എന്തോ ഒരു സന്തോഷായിരിക്കും. ആ പിറക്കുന്ന സമയത്ത് 1 or 2 വയസ്സായി. അടുക്കളയിലെ ഈ ആളി കത്തി ആ തിളങ്ങുന്ന തിളക്കത്തിൽ കുട്ടി ഓടിച്ചെന്ന് വാരി പുകരാൻ, കരിക്കട്ട എടുക്കാൻ ശ്രമിക്കുന്നു. എന്താ വാപ്പ കാട്ടുക? ഉമ്മ എന്താ കാട്ടുക? 40 കൊല്ലം കഴിഞ്ഞുണ്ടായ കുട്ടിയല്ലേ, കോടികൾ ചെലവഴിച്ചുണ്ടായ കുട്ടിയല്ലേ, കുട്ടിൻ്റെ ആഗ്രഹമൊന്ന് തീരട്ടെ എന്ന് കരുതി എടുക്കാനാണോ സമ്മതിക്കുക? അല്ല. പിന്നെ കൊടുക്കോ? ഇല്ല. പകരം കുട്ടിയെ ഓടിച്ചെന്ന് പിടിച്ച് കുട്ടിക്ക് ആവശ്യമായ എന്തെങ്കിലും ഷീറ്റ്സുകളോ അല്ലെങ്കിൽ ടോയ്സുകളോ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും കൊടുത്ത് കുട്ടിയെ സമാധാനിപ്പിക്കും. ഒരിക്കലും ഈ കട്ട കൊടുക്കില്ല. ഇത് സ്നേഹനിധിയായ പിതാവാണ്. എന്നാൽ അർഹമുർ-റഹീമായ റബ്ബ് ഓരോന്നിനും ഇത് ദുന്യാവാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇത് ആഖിറമല്ല, പാരത്രിക ജീവിതമല്ല. ഇവിടെ പലതും ഇവിടെ നടക്കും, പലതും ഇവിടെ സംഭവിക്കും. അവിടെ ഒന്നും അതറിപ്പോകാൻ പാടില്ല. നമുക്കിതിനെല്ലാം പ്രതിഫലം നൽകുന്നൊരു നാള് വരാനുണ്ട്. അവിടെ നിന്നാണ് നമുക്കെല്ലാം പ്രതീക്ഷിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചിലതൊക്കെയും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഫിർഔന് സംഭവിച്ചതറിയാം, നമ്രൂദിന് സംഭവിച്ചതറിയാം, ഹാറൂന് സംഭവിച്ചതറിയാം, ഹിറ്റ്ലറിന് സംഭവിച്ചതറിയാം. അങ്ങനെ ധിക്കാരികൾക്കൊക്കെയും സംഭവിച്ചത് മുഴുവൻ അറിയാം. ആരും പതറിപ്പോകരുത് എന്ന് എൻ്റെ കർണകഷ്ണങ്ങളായ യുവതീ യുവാക്കളോട്, ചെറിയ കുട്ടികളോട് ഈമാനിളക്കം പറ്റി പോകരുത്. പ്രതിഷേധങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയും സഹിക്കുന്നതും ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ജീവൻ അപഹരിക്കപ്പെട്ടു പോകരുത്. നാടിൻ്റെ സമാധാനം തകർന്നു പോകരുത്. നാട്ടിൽ കുഴപ്പങ്ങളും വക്കാണങ്ങളും സംഭവിക്കരുത് എന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തെങ്കിലും സേഫായി ജീവിക്കുമ്പോൾ, പക്ഷേ ഇവിടെ അപഹരിക്കപ്പെടുന്ന ജീവൻ ഏതെങ്കിലും നിരപരാധിയുടെ ജീവനായി കൂടുന്നില്ല.
എന്ന ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഏതായിരുന്നാലും ഇവിടുന്ന് വിരുദ്ധം വാങ്ങി പുറത്തു പോകുന്ന എൻ്റെ യുവ പണ്ഡിത പ്രതിഭകളോട് അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് പലപ്പോഴും ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ബിരുദധാരികളും പാസ് ഔട്ട് അവരെൻ്റെ എൻഡായി മനസ്സിലാക്കുകയാണ്. മറിച്ച് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. മറിച്ച് ഇത് നിങ്ങൾക്ക് ഈ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിയണം. ഷഹാദത്ത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിതാബ് പഠിക്കാനുള്ള യോഗ്യത എത്തിയിട്ടുണ്ട് എന്നത്. അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹ്ദി, ആ മഹൽ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. വിജ്ഞാനമെന്ന് പറയുന്നത് തൊട്ടിര തൊട്ടും ചുടലവരെയും അതലങ്കാരിക പദപ്രയോഗമല്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പാണ്ഡിത്യത്തിന് തെളിവുകൾ ആവശ്യമില്ലല്ലോ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ഏകദേശം 900 കൊല്ലം കഴിഞ്ഞില്ലേ? ആ മഹാനകൾ രചിച്ച ഗ്രന്ഥങ്ങൾ ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ സുലഭമായി ലഭിക്കുന്നില്ലേ? മഹാനവറുകളെ കുറിച്ച് എത്ര ആളുകളാണ് PhD യൂറോപ്പ് യൂണിയൻ്റെ ധാരാളം രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ, US-ലും UK-യിലും അതുപോലെ തന്നെ ആസ്ട്രേലിയയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയാണ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഞാൻ തികഞ്ഞു എന്ന് ധരിച്ചിട്ടില്ല. മഹാനായ ഹാജി ഖലീഫ കശ്ഫുൽ നുനൂനിൽ പറഞ്ഞതായി കാണാം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മാറിടത്ത് നെഞ്ചത്ത് സഹീഹുൽ ബുഖാരി നെഞ്ചത്തുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ആരാണ്? വിജ്ഞാനത്തിൻ്റെ സാഗരമല്ലേ, ജ്യോതിസല്ലേ? ഇന്നും അവരുടെ വിജ്ഞാന സാഗരങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചു നടക്കുന്നില്ലേ? എന്നിട്ടും മഹാനവറുകൾ മരിക്കുന്ന സമയത്ത് സഹീഹുൽ ബുഖാരി നെഞ്ചത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വിജ്ഞാന സാഗരം ലോകത്ത് മറ്റാരും കാണില്ലല്ലോ. ഫൈന മിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി എന്ന് ഞാനും നിങ്ങളും ബുർദയിൽ ചൊല്ലുന്നുവെങ്കിൽ ആ മിന്ന് തബിഇലിയാണെന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇൽമിൻ്റെ ഒരു ശിഖരം, ഒരു ഭാഗമാണ്. അതിലേറെ വിജ്ഞാനം എവിടെയുണ്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ സമയത്തും റബ്ബിനോട് പ്രാർത്ഥിച്ചത്, റബ്ബേ, അല്ലാഹു കൽപ്പിച്ചത്, വഖുർ റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് തികഞ്ഞിട്ടില്ല, എനിക്കും നീ വിജ്ഞാനം അധികരിപ്പിക്കണേ എന്നാണ്. ഈ സമയത്ത് ഞാൻ കൂടുതൽ പറയുകയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ മറന്നു പോകരുത്. ഒരു വിജ്ഞാനദാഹിക്ക് കുറേ കാര്യങ്ങൾ ആവശ്യമാണ്. അതിൽ ഒന്നാണ് മഹാനായ ഇമാമുൻ നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, വലാ ബുദ്ദ ലിത്വാലിബിൽ ഇൽമി മിൻ ഹിമ്മത്തിൻ ആലിയ ഫലാ യർലാ ബിയസീരിൻ മഇംകാനി കസീർ. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് വളരെ വിശാലമായിരിക്കണം. അവൻ്റെ ചിന്ത ഒരു വില്ലേജിൽ ഒരു പള്ളിയിൽ ഇമാമാവണമെന്നാവരുത്, ഒരു മദ്രസയിൽ മുഅല്ലിമാവണമെന്നാവരുത്, ഒരു പള്ളിയിൽ മുഅദ്ദിനാവണമെന്നാവരുത്. മറിച്ച് അവൻ എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാനൊരു ഇന്റർനാഷണൽ ലീഡർ ആകണം എന്നായിരിക്കണം. ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാര്യയാകട്ടെ, ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു മദ്രസ മുഅല്ലിമാവട്ടെ, ഒരു പള്ളിയിൽ ഇമാമാവട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ബഹ്റുൽ ഉലൂമിനെ പോലെ എനിക്കാവണം, എനിക്ക് താജുൽ ഉലമയെ പോലെ ആവണം, എനിക്ക്
മഹാനായ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ വടുതല പ്രിയപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ വഫാത്തായ മാസാണല്ലോ തെക്കൻ കേരളത്തില് ഇസ്ലാമിന്റെ നിറകുടമായ മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നമ്മുടെ തെക്കൻ കേരളത്തിൽ ചെയ്ത ആലപ്പുഴയിലെ ആ മഹാപള്ളിയില് അങ്ങനെ തുടങ്ങിയ മഹത്തുക്കളെ പോലെ അതെങ്ങനെ ആകൂ? അതൊക്കെ എങ്ങനെ? ആ ധാരണകളൊന്നും നമുക്ക് പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുന്ന സമയത്ത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ 13 വയസ്സാണ്. എത്ര? 13 വയസ്സാണ്. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കൂട്ടുകാരനായ സ്വാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലല്ലേ വഫാത്തായിട്ടുള്ളൂ, ഖുലഫാഉർ റാഷിദീങ്ങൾ ഹയാത്തിലില്ലേ, അഷ്റത്തുൽ മുബശ്ശറയില്ലേ, ബദരീങ്ങളില്ലേ, ഇൽമ അവരെന്ന് പഠിക്കില്ലേ, അവരെ പിന്നാലെ പോയി പഠിക്കുകയല്ലേ? സാലിഹ് റളിയല്ലാഹു അൻഹു എന്ത് വലിയ വലിയ ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അഷ്റത്തുൽ മുബശ്ശറ സ്വർഗം കൊണ്ട് സന്തോഷാർത്തറിക്കപ്പെട്ട വലിയ മഹത്തുക്കൾ ഉണ്ടാകുമ്പോ, അതുപോലെ തന്നെ വലിയ വലിയ ബദരീങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളൊക്കെ പഠിച്ചിട്ട് നോട്ടിന്റെ ഇടയിൽ ചില്ലറക്ക് എന്ത് വില ഉണ്ടാകുക? അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാകുക? ഇവിടെ ഇരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാരൊക്കെ അല്ലേ, വലിയ വലിയ മഹത്തുക്കളൊക്കെ അല്ലേ, നമുക്ക് എന്ത് സ്ഥാനാണ് ഓലെ ഇടയില്? ആ ശരിയാന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മടങ്ങിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പിന്നെയും പിന്നെയും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തര പരിശ്രമമായി പരിശ്രമിച്ചു പഠിച്ചു അവസാനം ബഹ്റുൽ ഉലൂം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിബ്റുൽ ഉലൂം പണ്ഡിത തറവാട്ടിലെ സമുദ്രമെന്ന അബ്രാഹമത്തിന് വിധേയനായി അങ്ങനെ ആളുകൾ കണ്ടമോനം കൂടി നിൽക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ സാലിഹ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്തുകൂടെ പോവുകയാണ്. സാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അന്ന് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ. അവിടെ ജനബാഹുല്യം ഏതെങ്കിലും താജുലും വഫാത്തായപ്പോൾ ഒരുമിച്ച് കൂടിയ പോലെ, അല്ലെങ്കിൽ ബഹ്റുലും വഫാത്തായപ്പം തടിച്ചു കൂടിയ പോലെ അവിടെ ജനലക്ഷങ്ങളുടെ തിരക്കുകളാണ്. അങ്ങനെ അവസാനം അവിടെ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. ഫറായിദ് പഠിക്കാൻ ഒരു ടീമിനെ തെരഞ്ഞെടുക്കുക, ലുഗത്ത് പഠിക്കാൻ ഒരു ടീമിനെ തെരഞ്ഞെടുക്കുക, അഖീദ പഠിക്കാൻ, തഫ്സീർ പഠിക്കാൻ ഒരു ടീമിനെ, അങ്ങനെ ആളുകളെ ഡിവൈഡ് ചെയ്ത് അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാർ, നിങ്ങൾ ഏത് ഭാഷകളും പഠിക്കണം. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകൾ നിർബന്ധമായി നിങ്ങൾ സ്വായത്തമാക്കണം. അതിൽ ഒന്നാണ് അറബി എന്ന് പറയുന്നത്. അറബി നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അത് നിരന്തര പരിശ്രമം വേണം. അതോടുകൂടെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് വേണം, സ്പാനിഷ് വേണം, ഫ്രഞ്ച് വേണം, അതുപോലെ തന്നെ നിങ്ങൾ മാൻഡറിൻ വേണം, അഥവാ ചൈനീസ് ഭാഷ വേണം. ഈ റഷ്യ 6 ഭാഷകളാണല്ലോ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷകൾ. ഈ ഭാഷകൾ പഠിച്ചാൽ ജോലിയില്ലാത്ത ആരാണ്? ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കിതാബുകൾ കഴിവുണ്ട്, എല്ലാറ്റും സ്വഭാവം നന്ന്, നല്ല കോണ്ടാക്റ്റുകളുണ്ട്, ഭാഷയുണ്ട്, ആരാണ്? ഞാൻ അങ്ങനെ കുറേ ആളുകൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ മഅദിൻ സന്തതികൾ ഇന്ന് അദനികൾ, നിങ്ങൾ പത്രം വായിച്ചിരിക്കുമല്ലോ, സ്പെയിൻ RSCയുടെ സംഘടന നാഷണൽ കമ്മിറ്റി വന്നപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും അൽഹംദുലില്ലാഹ് അദനികളാണല്ലോ. അതുപോലെ ഇംഗ്ലണ്ടിൽ മഅദിൻ്റെ സന്തതികളാണല്ലോ, അതുപോലെ തന്നെ ഈജിപ്തിൽ, അതുപോലെ തന്നെ മലേഷ്യയിൽ, അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിൽ, പല സ്ഥലങ്ങളിലും. കാരണം അവരൊക്കെ കാത്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ഫെല്ലോഷിപ്പും അവിടുത്തെ ഫെല്ലോഷിപ്പും ഒന്നല്ല, ഇവിടുത്തെ സാലറിയും അവിടുത്തെ സാലറിയും ഒന്നല്ല, ഇവിടുത്തെ പെൻഷനും അവിടുത്തെ പെൻഷനും ഒന്നല്ല. പരിശ്രമിച്ചാൽ നടക്കാത്തത് എന്താ? ഇന്നലെ നിങ്ങൾ അറിഞ്ഞില്ലേ, മഅദിൻ കഴിഞ്ഞ ഞായറാഴ്ച തിങ്കളാഴ്ചയാണല്ലോ, ഈ ആഴ്ചയാണല്ലോ നെറ്റ് റിസൾട്ട് JRF റിസൾട്ട് വന്നത്. അതിനുകൾ അൽഹംദുലില്ലാഹ് 19 ആളുകൾ JRFും നെറ്റും. അതിൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടി റുഫൈദ മഅദിന്റെ സന്തതിയാണ് JRF വാങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം.
അടുത്ത കൊല്ലത്തേക്ക് ടാർജറ്റ് 50 ആളുകൾ മാഴ്തിയിൽ നിന്ന് JRF എടുക്കുക, JRF നെറ്റെടുക്കണം എന്നാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങി. അപ്പം നമ്മളൊന്ന് ആ കാര്യം എന്നിട്ട് തീരുമാനിക്കട്ടെ. നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ കടിയിലാന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഏറ്റവും വലിയ അപകടം അതാണ്. ചില ആൾക്കാരുണ്ടാവും, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് നടക്കില്ല. അങ്ങനെ ഒരു നിരാശ എന്ന് പറഞ്ഞൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. എനിക്ക് ലോകോത്തര മഹാനായ ഇമാമുൻ നബി റളിയല്ലാഹു തആല തങ്ങൾ ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ പറഞ്ഞത്, വലാ ബുദ്ദ ലി താലിബിൽ ഇൽമി മിൻ ഹിമ്മത്തിൻ ആലിയ, നല്ല മനക്കരുത്ത്, നല്ല ഡിറ്റർമിനേഷൻ, വിൽ പവർ, കോൺഫിഡൻസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹസീം പാംജിയോട് ചോദിച്ചു, കേരളത്തിന്റെ മക്കളൊക്കെ നല്ല ബ്രില്യൻ്റ് ആണല്ലോ, അപാര ബ്രില്യൻ്റ് ആണല്ലോ, പക്ഷെ അവരാരും ഇന്റർനാഷണൽ ലീഡേഴ്സ് ആകുന്നത് നന്നേ കുറവാണല്ലോ, എന്താ അതിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാമോ? വളരെ വസ്തുതയല്ലേ. കേരളത്തിന്റെ മക്കള് എല്ലാം വളരെ വളരെ ഉഷാറാണ്, പക്ഷേ 2 ന്യൂനതകൾ കേരളത്തിന്റെ മക്കൾക്കുണ്ട്. ഒന്നെന്താ? കേരളത്തിന്റെ മക്കൾക്ക് കോൺഫിഡൻസ് കുറവാണ്. മറ്റൊന്ന് ലാംഗ്വേജ് ഫ്ലുവൻസി കുറവാണ്. കേരളം ഇന്ന് തഴയപ്പെടുന്നതിൻ്റെ പരമപ്രധാനമായ കാരണം കേരളത്തിന്റെ മക്കൾക്ക്, അത് ഭൗതിക മേഖലയിലാണെങ്കിലും അഭൗതിക മേഖലയിലാണെങ്കിലും കഴിയില്ല, നടക്കൂല, സാധിക്കൂല എന്നൊരു തോന്നല് നമുക്ക് തോന്നാൻ പാടില്ല. ആ തോന്നല് ഖുർആൻ ചോദിക്കുന്നില്ലേ, നിങ്ങളാണോ കൊടുക്കുന്നവൻ? നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് തീരുമാനിക്കുന്നവൻ നീയാണോ? അത് റബ്ബല്ലേ? റബ്ബ് തരില്ല എന്ന് നിങ്ങൾ റബ്ബിന്റെ കാര്യത്തിൽ ഇടപെടലാണോ? അത് മഹാപാപമല്ലേ? ആയതുകൊണ്ട് കയ്യും എന്ന് തീരുമാനം മാത്രം പോരാ, നിങ്ങൾക്ക് ലാംഗ്വേജ് ഫ്ലുവൻസി വേണം, നിങ്ങൾ ഭാഷ നന്നായി പഠിക്കണം. ഭാഷ പഠിച്ചാൽ നിങ്ങൾക്കറിയാമോ ഇവിടത്തെ JRF എത്ര ഇപ്പോ? 37,000 47,000 ആയിട്ടുണ്ട്. എന്നാ ഇവിടത്തെ SRF 57,000 ആയിട്ടുണ്ട്. എന്നാ നിങ്ങൾക്കറിയാമോ വിദേശ യൂണിവേഴ്സിറ്റികൾ SRF ഫെലോഷിപ്പ് എത്രയാണെന്നറിയോ? മഞ്ചേരിക്കാരക്കുന്നുകാരനായ ഇഹ്സാനുൽ ഇഹ്തിസാമിന് കിട്ടിയ ഫെലോഷിപ്പ് മഞ്ചേരിക്കാരക്കുന്നിലെ പരമദരിദ്രനായ ചെറ്റക്കൂരയിലെ ഇഹ്സാനുൽ ഇഹ്തിസാമിന് കിട്ടിയ ഫെലോഷിപ്പ് എത്ര? നിങ്ങൾ വായിച്ചിട്ടില്ലേ? 6 കോടി രൂപ. എത്ര? 6 കോടി ഒരു ഫെലോഷിപ്പാ. എന്താ റിസർച്ച് നടത്തുന്നത്? മുഹ്യിദ്ദീൻ മാല കൊണ്ട് നേടിയ നേട്ടങ്ങൾ, അതിനാണ് ഫെലോഷിപ്പ് കൊടുക്കുന്നത്. 6 കോടി രൂപയാ. പക്ഷേ നിങ്ങൾക്ക് അവിടെ എത്തണമെങ്കിൽ നിങ്ങളെ ഭാഷാ ഫ്ലുവൻസി അവർ നോക്കും. അവിടുത്തെ പെൻഷൻ നിങ്ങൾക്ക് എത്രയാണെന്നറിയോ? 100 കൊല്ലം മുമ്പ് റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ച മാഡം ക്യൂറിക്ക് കൊടുത്ത പെൻഷൻ എത്രയാണെന്നറിയാമോ? വായിച്ച് അത്ഭുതപ്പെട്ടുപോയി. എത്രയാണ്? 40,000 ഫ്രാൻസിന്റെ, അഥവാ 4 കോടി രൂപ. ഇന്നത്തെ 3,90,00,000 ഉറുപ്പിയാണ്. എത്ര മുമ്പുള്ളത്? എത്ര കൊല്ലം കൊടുത്തത്? 100 കൊല്ലം കൊടുത്ത പെൻഷൻ. നമ്മളിവിടെ കൊടുക്കുന്ന പെൻഷൻ എത്ര? അപ്പൊ നിങ്ങൾക്കൊക്കെ അവിടുത്തെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഭാഷകൾ നന്നായി നേടണം. നിങ്ങൾ അല്ലാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് പഠിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഈ നിങ്ങളുടെ മക്കളൊക്കെ മുഹ്റവിയ ഉലമാക്കളാക്കണം, ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണം, ലോകോത്തര പ്രതിഭകളാകണം, IAS ആവണം, IPS ആവണം. നിങ്ങൾക്കറിഞ്ഞുകൂടെ, നമ്മുടെ പരിസരത്ത് പത്തനംതിട്ടയിൽ ഒരേ ഉപ്പയുടെ 2 മക്കൾ IAS ആയത് പ്രിയപ്പെട്ട സലീം സാറിൻ്റെയും അതുപോലെ തന്നെ നൂഹ് IASൻ്റെയും പിതാവ് ബാവ ഹാജി കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ മരണപ്പെട്ടത്. അർഹമുർ-റഹീമായ അല്ലാഹ് ബാവ ഹാജിയുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. കേരളത്തിൽ അങ്ങനെ ഒരു ഉമ്മാക്ക് 2 മക്കൾ സിവിൽ സർവീസിൽ IAS കിട്ടിയത് എത്ര മുസ്ലിം ഉമ്മമാരിൽ പറയാൻ കഴിയും?
പക്ഷേ എന്തേ കാരണം? ഈ ശബ്ദം ശവിക്കുന്ന ഉമ്മമാർ മനസ്സിലാക്കണം, ആ 2 പേരുടെയും ഉമ്മ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മോനെ നീ IAS എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിന്ത ഉമ്മ 5ാം വയസ്സത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലാ ബുദ്ദലി താലിബിൽ ഇൽമി മിൻ ഹിമ്മത്തിൻ ആലിയ ഫലാ യർലാ ബിയസീരിൻ മഇംകാനി കതീർ. ആയതുകൊണ്ട് ഈ വിശാലമായ ചിന്തകൾ ഉണ്ടാവുക. നമ്മുടെ ക്യാമ്പസ് വിശാലമാക്കണം, സ്വപ്നങ്ങൾ വിശാലമാക്കണം, നമ്മുടെ വിജ്ഞാനങ്ങൾ വിശാലമാക്കണം. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ സ്ഥാപനത്തിൻ്റെ വാർഷികത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ റോഡ് സൈഡിലാണ് ആളുകൾ ഇരിക്കുന്നത്, അപ്പുറത്താണ് ഇരിക്കുന്നത്, ലേഡീസ് മുഴുവനും ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് ഈ ക്യാമ്പസ് ഒന്ന് വിശാലമാക്കണ്ടേ, ഈ ക്യാമ്പസ് ഒന്ന് നമുക്ക് ശക്തിപ്പെടുത്തണ്ടേ. ഈ ക്യാമ്പസിൽ എന്തെല്ലാം നേട്ടങ്ങൾ! അൽഹംദുലില്ലാഹ് ലക്ഷ്യത്തോടുകൂടെ ആ ലേഡീസ് ഇരിക്കുന്ന സ്ഥലം ഞാൻ കച്ചവടമാക്കിയ പറഞ്ഞു വെച്ചത് ഞാൻ നിങ്ങളെ സന്തോഷം അറിയിക്കുകയാണ്. പക്ഷേ പ്രയാസം ഒന്ന് മാത്രമാണ്, സാമ്പത്തികം. അതിന് ഭീമമായ സംഖ്യ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും.